വേനൽ രൂക്ഷമായതോടെ ജില്ലയിലെ പ്രധാന ജലസ്രോതസ്സായ ഭാരതപ്പുഴ വറ്റിവരണ്ടു. പ്രളയകാലത്ത് ഇരുകരകൾ തൊട്ടൊഴുകിയ ഭാരതപ്പുഴയുടെ ഒറ്റപ്പാലം മായന്നൂർ പാലം പരിസരത്തുമുള്ള കാഴ്ചകൾ വേനലിന്റെ ഭീകരത തൊട്ടു കാണിക്കുന്നുണ്ട്. ഒഴുക്ക് പൂർണ്ണമായും നിലച്ച് മരുഭൂമിക്ക് സമാനമാണ് ഇന്ന് പുഴ. മാസങ്ങൾക്ക് മുമ്പ് തോരാതെ പെയ്ത മഴയിൽ ഭാരതപ്പുഴ നിറഞ്ഞു കവിഞ്ഞ് കുത്തിയൊലിച്ച് ഒഴുകുകയായിരുന്നു. അന്ന് മായന്നൂർ പാലത്തിന് മുകളിൽ പുഴയുടെ ചന്തം ആസ്വദിക്കാൻ എത്തിയവരാരും ഇന്ന് പുഴയുടെ ഈ കണ്ണുനീർ കാണുന്നില്ല. മെലിഞ്ഞുണങ്ങി അങ്ങിങ്ങായി മുറിഞ്ഞ നീർച്ചാലുകളാണ് പുഴയുടെ അവശേഷിപ്പുകൾ. വരണ്ടുണങ്ങിയ മണൽത്തിട്ടുകൾ, ഉണങ്ങിക്കരിഞ്ഞ പുൽത്തകിടുകൾ, ഒഴുകിയടിഞ്ഞ അവശിഷ്ടങ്ങൾ, ഇതുമാത്രമാണ് ഇന്ന് പുഴ. പുഴയുടെ മീറ്റിന്റെ ഭാഗത്ത് തടയണ പണിത് കാരണം പുഴ ഒഴുക്ക് കമ്മിയായി. പുഴയിലത്തെ ഒഴുക്ക് കമ്മിയായത് കാരണം മഴ വരണ്ടുപോയി പുഴ. അതിനാൽ വെള്ളക്ഷാമം രൂക്ഷമായിട്ടുള്ള വെള്ളക്ഷാമമാണ് ഒറ്റപ്പാലം പരിസരത്ത്. ഒന്നാമതിപ്പോ ചൂട് കൂടുതലാണ്, പിന്നെ അതിന് പുറമെ മണലും കാര്യങ്ങളും ഒന്നും ഇല്ല. പണ്ടത്തെ എന്റെ ചെറുപ്പത്തിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ കുന്നുകൂടിയിട്ട് ഒരുപാട് ഉയരത്തിൽ മണലുകൾ കിടന്നിരുന്നു. അതും പഞ്ചസാര പോലുള്ള. ഇപ്പൊ ആ മണലുകളൊക്കെ പോയി, മണല് കുറെ എടുത്തിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് പോയി പുഴനെ നശിപ്പിച്ചു. അതായത് പിന്നെ ഇപ്പൊ ഇത് ശ്രദ്ധിക്കാനൊന്നും ഇപ്പോ ഇതിന്റെ സംരക്ഷകരൊന്നും ഇല്ല. ഇപ്പോ അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നുമില്ല. ഇതൊക്കെ ഇപ്പൊ ഈ പൊന്തയും കാടും പിടിച്ച് കിടക്കുന്ന ഭാരത പുഴ എന്നല്ല, ഭാരത പൊന്ത എന്ന് പറയണം. അങ്ങനെ പറയേണ്ടി വരും. അതാണ് ഏറ്റവും നല്ലത്. വെള്ളക്ഷാമൊക്കെ ഉണ്ടോ? വെള്ളക്ഷാമം ഉണ്ട്. വെള്ളമൊന്നും ഇപ്പൊ ശരിയായ രീതിയിൽ എപ്പോഴും പൈപ്പിലൊന്നും വരുന്നൊന്നുമില്ല. നമുക്ക് ശരിയായ രീതിയിൽ കിട്ടണമൊന്നുമില്ല. പിന്നെയും വരെ ചില ദിവസങ്ങളിലൊക്കെ ഇപ്പൊ ഒരാഴ്ചയിലൊക്കെ 2-3 ദിവസങ്ങളിലൊക്കെ ആയിട്ടൊക്കെയാണ് ചില സമയത്ത് വെള്ളം വരിക. ഇവിടെ പുഴയുണ്ടായിരുന്നു എന്നതിന് സാക്ഷ്യപ്പെടുത്താനായി ഒരു തുള്ളി ദാഹജലം ബാക്കിയുണ്ട്. അതിനപ്പുറം പരന്നുകിടക്കുന്ന മണൽ പരവതാനിയായി നിലമാറി. പറളി, മീറ്റന, ഷൊർണൂർ, ലക്കിടി തടയണകളിൽ മാത്രമാണ് നിലവിൽ വെള്ളമുള്ളത്. ഇത് പ്രദേശത്തെ കുടിവെള്ള പദ്ധതികൾക്ക് താൽക്കാലിക ആശ്വാസമാണ്. ഇതൊഴിച്ചാൽ കൃഷിക്കും മറ്റാവശ്യങ്ങൾക്കുമായി പുഴയെ ആശ്രയിച്ചിരുന്നവർക്ക് വരൾച്ച സമ്മാനിക്കുന്നത് വലിയ തിരിച്ചടിയാണ്. The pleasure of personal banking. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.